എടാ എന്തായി? ഈ നാട്ടില് സ്പിരിറ്റിന്റെ കച്ചവടമുള്ള സകല തെണ്ടിന്റെയും പടി നിറങ്ങിട്ട ഞമ്മള് പിന്നെയും വന്നത്. നീയും കൂടി നമ്മളെ സഹായിച്ചില്ലെങ്കിലേ. മുസക്ക, ഞാൻ പറഞ്ഞല്ലോ, ഗൗഡയുമായിട്ട് തെറ്റിയ സ്ഥിതിക്ക് നിങ്ങൾ ഇനി ബാംഗ്ലൂർ സിറ്റിയിൽ നിൽക്കുന്ന ബുദ്ധിയല്ല, നാട്ടിലേക്ക് തിരിച്ചു പോകണം. അല്ലെങ്കിൽ പുല്ലി. എടോ ശ്രീരാമ, ഇവിടെ ഞമ്മക്ക് നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ഭൂമിയിൽ ഒരിടത്തും ഞമ്മക്ക് നിൽക്കാൻ പറ്റൂല. അതാ മക്കളെ നമ്മുടെ കണ്ടീഷൻ. മൂസാക്കാന്റെ ജീവരക്ഷയെ കരുതിയാ ഞാൻ പറയുന്നത്. രക്ഷയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം ഹിമാറെ? തിരിച്ച് പെറ്റുമാന്റെ ബൈക്കിലോട്ട് കയറി പോണ? അല്ല, മാമ ഇപ്പോഴും നാട്ടിൽ ഭരണത്തിൽ പങ്കുള്ള പാർട്ടിയുടെ നേതാവല്ലേ? നമുക്ക് അത് വെച്ച് ഗൗഡയെ ഒന്ന് വരട്ടി. ഇജ്ജവനെ വരട്ടണ്ട. നോക്ക്, എന്റെ ഈ കാശുണ്ടായിരുന്ന കാലത്ത് അനക്കും ഗൗഡക്കൊക്കെ ഞാൻ ബാരിക്കൂരി തന്നിട്ടുണ്ട്. എനക്കറിയാലോ. ഇന്ന് അവന് കാണുന്ന നിലയും വിലയൊക്കെ ഈ മൂസാനെക്കൊണ്ട് ഉണ്ടാക്കിയതാ. എന്നിട്ട് ഞമ്മക്കൊരു കഷ്ടകാലം വന്നപ്പോ ഓൻ നമ്മുടെ മോന്തിക്കെട്ടി ചവിട്ടി. നന്ദി കെട്ട നായിന്റെ മോൻ. മൂസക്ക ഇത് കണ്ടല്ലോ, 10-25 കൊല്ലം നിഴല് പോലെ കൂടെ നടന്നതിന് ഗൗഡ തന്ന പ്രതിഫലമാണ്. തെറ്റിപ്പിരിഞ്ഞപ്പോ കൊല്ലാൻ നോക്കിയതവൻ ഒന്നല്ല പലതവണ. ചാവാതെ രക്ഷപ്പെട്ടത് ബുദ്ധി കൊണ്ടും ബലം കൊണ്ടൊന്നുമല്ല, ഈ വരയുടെ നേരുകൊണ്ടാ. മുസക്ക, ഗൗഡയ്ക്കെതിരെ ഒറ്റയ്ക്ക് പിടിച്ചിരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ടാ എല്ലാം നിർത്തിവെച്ചിട്ട് ഞാൻ ദാ ഈ ഫാം തുടങ്ങി ഇവിടെ ഒതുങ്ങിക്കൂടിയിരിക്കുന്നത്. മൂസക്കാനെ ഞാൻ എങ്ങനെ സഹായിക്കും? ഒരുപാട് കടവുണ്ടോ ശിവരാമ. തല കുനിച്ചു പിടിച്ച് നാട്ടിലേക്ക് തിരിച്ചല്ലേ ഈ മൂസാക്കിന് കഴിയൂല. ഈ എനിക്കൊരു കുഞ്ഞു സഹായം ചെയ്യണം. വഴിയരികിൽ എവിടെയെങ്കിലും ഈ മൂസാക്ക ശത്ത് കിടക്കുന്നെന്ന് അറിഞ്ഞാല് എന്റെ മയ്യത്ത് എന്റെ പുറയിലെത്തിച്ചു കൊടുക്കണം. എന്റെ ബേബിന്റെ അടുത്ത്, എന്റെ മോള് കുഞ്ഞുപാത്തുമാന്റെ അടുത്ത്. ഈ കണ്ടിട്ടില്ലേ ഓളെ? ഈ ചെറുവരലിന്റെ അത്ര ഉള്ളപ്പോ ഈ ഓളെ എടുത്തോണ്ട് വന്നിട്ടില്ലേ? എടോ, ഓളിപ്പോ ഒരുപാടങ്ങ് വളർന്നു വലുതായി പോയടോ. അപ്പേ വളയിലും കഞ്ഞി നിൽക്കുക. എന്റെ മയ്യത്തും കൊണ്ട് ചെല്ലുമ്പോ ഈ കുഞ്ഞുപാത്തുമാട് പറയണം, ഓളെ നിക്കാ കഴിച്ചയക്കാനുള്ള കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓടെ ബാപ്പ ഒരുപാട് ശ്രമിച്ചു എന്ന്, എന്നിട്ടും എന്നെ കൊണ്ട് കയ്യാണ്ട് പോയി എന്ന്. ഓളോട് നീ പറയണം, ഓടെ ബാപ്പ തോറ്റുപോയി എന്ന്. മുസക്ക, ഇത് മുരുകൻ, എന്റെ പാർട്ണറാ. അസ്സലാമു അലൈക്കും. ഞമ്മള് അറിയാം, പണ്ട് ഗൗഡയേക്കാൾ വലിയ മുതലാളിയായിരുന്നപ്പോ കണ്ടിട്ടുണ്ട്. അന്നെന്റെ അപ്പൻ ഗൗഡയുടെ ഡ്രൈവറായിരുന്നു, പഴനി. ഓഹോ, പഴനി ഇപ്പോ എന്ത് ചെയ്യുന്നു മോനെ? കൊന്നുകളഞ്ഞു. ഗൗഡയ്ക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരിക്കാൻ ആർക്കാ അവകാശമുള്ളത്? ഒറ്റുകാരനാണെന്ന് ആരോ പറഞ്ഞു കൊടുത്തപ്പോ ഗൗഡ വിശ്വസിച്ചു. കാലത്ത് പണിക്ക് പോയ അപ്പന്റെ ശവം പോലും പിന്നെ കണ്ടിട്ടില്ല ഞങ്ങളാരും. മൃഗ, മൂസക്കായ്ക്ക് കുറച്ച് ചരക്ക് വേണം. നീ അവളെ ഒന്ന് വിളിക്ക്. സാന്ദ്രേ. ശിവപ്പ, അതെ ഞാനാ. അതിനെന്താ, കാണാലോ. പ്ലീസ് കം. ഡാഡിയുടെ മരണം കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഞാനും ഗൗഡയുടെ ശത്രുവായിപ്പോയി. ആരും ഉണ്ടായില്ല ഒന്ന് സഹായിക്കാൻ. ഇപ്പോഴുള്ള ഈ ഡിസ്റ്റിലറി എങ്കിലും അയാളെ പിടിച്ചു പറിക്കാണ്ടിരിക്കാനുള്ള ഫൈറ്റില് സപ്പോർട്ട് ചെയ്തത് ശിവപ്പ മാത്രം. ഗൗഡയോട് ഗുഡ് ബൈ പറഞ്ഞതും പിന്നെ ഇങ്ങനൊരവസ്ഥയിലായതും ഒക്കെ സത്യത്തിൽ എനിക്ക് വേണ്ടിട്ടാ. പ്ലീസ് കം.
യൂഷ്വലി ഔട്ട് ഓഫ് ദ വേ ആയിട്ടുള്ള ഒരു ബിസിനസിനും ഞാനില്ലാത്തതാ, അറിയാലോ. ഡാഡിയുടെ ദുരന്തം എന്നെ പഠിപ്പിച്ചു അങ്ങനെയൊന്നും പാടില്ലെന്ന്. ബട്ട് ഇൻ ദിസ് കേസ് ഐ വിൽ ഹെൽപ്പ് യു. ജസ്റ്റ് ഓൺസ്. ശിവപ്പ പറയുന്നോണ്ട് മാത്രം. എടാ, ഇംഗ്ലീഷിൽ മോളിപ്പ പറഞ്ഞത് നമ്മക്ക് ശരക്കരാന്നല്ലേ അല്ലേ? എന്റെ അല്ലോ, ഞാൻ രക്ഷപ്പെട്ട് പടച്ചമ്പുരാൻ കാത്ത്. ഈ നല്ലോള എന്റെ മോളെ. പക്ഷെ ഒരു കാര്യം, ഇതാദ്യമായിട്ടും അവസാനമായിട്ടും ആയിരിക്കും. ഇനി മേലാൽ സ്പിരിറ്റ് എന്നും പറഞ്ഞ് മൂസാക്കാൻ ഈ വഴിക്ക് കണ്ടുപോരുത്. ആ പിന്നെ അത് നീ അങ്ങ് കുഞ്ഞബ്ദുള്ളന്റെ അവിടെ പറഞ്ഞാ മതി. മൂസക്ക, ഇതൊന്നും മുണ്ടാണ്ടിരിയടാ. ഈ കച്ചവടം ഒന്ന് കൊയ്ത്തോട്ടെ. കടവും തീർത്ത് കൈ നിറയെ കാശും കൊണ്ട് മൂസാക്കാരും വരവ് വരും, വലിയ സുൽത്താനെ പോലെ. അന്ന് തനക്കൊക്കെ ഭാര്യ കോരി തരും പണ്ടത്തെ പോലെ. പുളുവല്ല മോളെ. ഈ നോക്കിക്കോ, ആ പന്നിന്റെ ബണ്ടികൾ ഞമ്മള് വഴിയിലിട്ട് പിടിപ്പിക്കും. എന്നിട്ട് ആ പെരിച്ചതിന്റെ മയ്യത്ത് നമ്മൾ എടുപ്പിക്കും. ഗൗഡയോട് വഴക്കിനൊന്നും നിൽക്കണ്ട മൂസാക്ക. ഇതെങ്ങാനും അറിഞ്ഞുപോയ പിന്നെ ഒരുത്തരെയും ബാക്കി വെക്കില്ല ആ ദുഷ്ടൻ. പിന്നെ ബായക്കാണ്. അനക്കറിയില്ല മോളെ പഴയ മൂസാക്കാനെ. ഈ മൂസാക്കന്ന് പിരിഞ്ഞ് എന്നോണ്ടല്ല, പിന്നെ ഓനല്ല ഓന്റെ ബാപ്പ വരൂല. പൊട്ടിച്ചളയും നമ്മള്. വിളിക്കുന്നുണ്ട്. அண்ணனா தம்பி, அந்த பொண்ணு மூசாவுக்கு ஸ்பிரிட் கொடுக்கறதா கேள்விப்பட்டேன். சொல்லியாச்சு. யார் இவன் சொன்னானா? அதெல்லாம் சரியா சொல்லிடுவான்ல. ஆனா அதுல ஒரு சின்ன ப்ராப்ளம். அந்த மூசா கையில காசு கிடைச்சிடுச்சுன்னா அவனுக்கு ஆகாசமும் தெரியாது, பூமியும் தெரியாது, கல்லும் தெரியாது, மண்ணும் தெரியாது, எந்த அளவுக்கு எங்க போவானே தெரியாது. அப்ப சாந்திரே சேச்சே, அந்த பொண்ணு அப்படி இல்ல. அவ கொடுத்தா தானே இவன் வாங்குவான், இவன் வாங்கினா தானே அவ கொடுப்பா. ஆனா அந்த மூசா ஸ்பிரிட் வாங்குறதுதான் நம்ம பிரச்சனைய. அதை தடுத்து நிறுத்த உன்னால முடிஞ்சா பாரு. அண்ணா, அதுக்கு டேய் டேய், அங்கதான் நானும் வரேன். இப்ப நீ என்ன பண்றன்னா, போய் அந்த மூசாவை பாக்குற. அது சொல்ல தேவையாண்ணா? என் தம்பினா தம்பிதான். போடா போடா, போயிட்டு போ போ போ. டேய் தம்பியா, ஜாக்கிரதையா பாத்துங்கோ. டேய் கிருஷ்ணா, வா. വണ്ടികളെ നീക്ക് വരുമെന്ന് ഞമ്മക്കറിയാൻ പാടില്ല. ഒന്നുകളെയും നമ്മള് അനങ്ങിട്ടുണ്ടെങ്കിൽ തല നമ്മൾ നിർത്തിക്കും.
ഗൗഡയെ തോൽപ്പിച്ചിട്ട് ഈ ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതി അല്ലടാ? ആരാ ഇനി?